നിങ്ങൾ ഞാനതാ പറഞ്ഞു, ജിസേലിന്റെ ആരുടെയും കുറിച്ച് പറയാനാണ് നിങ്ങൾ കാണാത്തതായിട്ടും എനിക്കൊന്നും അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ബട്ട് ആ വീടിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അനുമോള് പറഞ്ഞതിൽ ഒരു എക്സ്റ്റെന്റ് വരെ കറക്റ്റ് കാര്യങ്ങളുണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, എനിക്കറിയാവുന്നതാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എപ്പോഴും പറഞ്ഞുതരാം. പ്രവീണിന്റെ ഈ തുറന്ന പറച്ചിൽ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അകത്തുള്ള കാര്യങ്ങൾ പ്രവീൺ പുറത്തു വന്ന് പറഞ്ഞത് വീണ്ടും എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്ന കാര്യമാണ്. അനുമോൾ പറഞ്ഞത് സത്യമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് പുറത്തു വന്നത്. അവിടെ പ്രവീൺ മാത്രമാണ് തുറന്നു പറഞ്ഞിട്ടുള്ളത്, മറ്റൊരാളുടെ കൂടി തുറന്നു പറച്ചിലുകൾ വരാനുണ്ട്. ഇവിടെ മസ്താനി പറഞ്ഞു പോയത് ഞാൻ എല്ലാം തുറന്നു പറയാം, സമയം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മസ്താനി പോയത്. അതായത് മസ്താനിയുടെ അടുത്ത് ഫസ്റ്റ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു റിപ്ലൈ തരാതെ മസ്താനി കയറി പോയെങ്കിലും മസ്താനി ഒരു വരവ് വരുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നെഗറ്റീവായിട്ട് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു മത്സരാർത്ഥിയാണ് മസ്താനി. മസ്താനിയുടെ ഭാഗത്ത് തെറ്റുണ്ട്, പക്ഷെ തെറ്റില്ലാത്ത കുറച്ച് കാര്യങ്ങൾ മസ്താനിയുടെ ഭാഗത്തുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാമുള്ള പ്രൂഫുമായിട്ട് അല്ലെങ്കിൽ എല്ലാം പറയാനുള്ള തയ്യാറെടുപ്പുമായിട്ട് മസ്താനി വരുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പ്രവീണും മസ്താനിയും കൂടി ഒരു തുറന്നു പറച്ചിലുകൾ നടത്തി കഴിഞ്ഞാൽ ആരൊക്കെ നാറും എന്നാണ് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം. ഇപ്പൊ പ്രവീൺ തന്നെ ഇപ്പൊ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്, ജിസേലും ആര്യനും തമ്മിൽ ഒരു ബന്ധമുണ്ട്, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അത് എത്രത്തോളം പുറത്ത് വന്നിട്ടുണ്ടെന്ന് അറിയില്ല എന്നവിടെ പ്രവീൺ പറയണമെന്നുണ്ടെങ്കിൽ പ്രവീണിനെ അറിയാം ജനങ്ങൾ എന്തൊക്കെ റിയാക്ട് ചെയ്യും, എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യും. ഈ പറയുന്ന പോലെ പ്രവീൺ എത്രത്തോളം നെഗറ്റീവ് വരും, എത്ര പേര് കൂടെ നിൽക്കും എന്നുള്ളത് പ്രവീൺ അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇല്ലാത്തൊരു കാര്യം അവിടെ പ്രവീണിനെ കണ്ടന്റ് ആക്കിയിട്ട് പറയേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് നടത്തിയത് നാടകങ്ങളായിരുന്നു, അതെന്ന് വീണ്ടും വെളിവാകുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് പ്രവീൺ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം വീക്കെൻഡ് എപ്പിസോഡിൽ ഇതുപോലെ മിണ്ടിയാൽ തൊട്ടാൽ അല്ലെങ്കിൽ കരയുന്ന അനു അവിടെ അത്രയും ബോൾഡായി നിന്ന് ലാലേട്ടനോട് ഞാൻ കണ്ടതാണ് എന്ന് പറയുന്ന സമയത്ത് അവിടെ അനു കണ്ടിട്ടുണ്ട് എന്ന് ഒട്ടുമിക്ക പേരും, കുറേ പേരെങ്കിലും അത് വിശ്വസിച്ചിട്ടുണ്ട്. കുറേ പേര് അത് ഇല്ല അനുമോൾ എന്തിനാ അങ്ങനെ കള്ളം പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പുറത്തിറങ്ങി വന്ന പ്രവീൺ പറയാണ്, 2 ആഴ്ച അവിടെ താമസിച്ചിട്ട് വന്ന പ്രവീൺ പറയാണ് ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെ അരുതാത്തൊരു ബന്ധമുണ്ട്, പക്ഷേ അത് പുറത്തേക്ക് വന്നിട്ടില്ല എന്ന് പ്രവീൺ പറയുന്ന സമയത്ത് ഇവിടെ അനുമോൾ പറഞ്ഞത് വീണ്ടും സത്യമാണെന്ന് കാലം തെളിയിച്ച പോലെയാണ് തോന്നുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പ്രവീണിന് വേണ്ടി ഇവിടെ വന്നിട്ട് ഇങ്ങനെ കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ മസ്താനി ഇനി ഒരു തുറന്നു പറച്ചിലുമായിട്ട് വന്നു കഴിഞ്ഞാൽ മസ്താനിയും പല കാര്യങ്ങളും അവിടെ വെളിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ വരും. കാരണം മസ്താനിനെ നോവിച്ചിറക്കി വിട്ടതാണ് ആര്യൻ എന്ന് പറയുന്ന വ്യക്തി. നോവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ശരത്ത് പോയ സമയത്ത് അവിടെ മസ്താനി ഭയങ്കര ഹാപ്പി ആയിട്ട് കൈകൂട്ടി ആഘോഷിക്കുകയും ഇതൊക്കെ ചെയ്തിരുന്നു. അതിന് പകരം വീട്ടിയതാണ് ആര്യൻ. പക്ഷേ എന്നിരുന്നാൽ പോലും അവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ മസ്താനിയുടെ ഭാഗത്ത് ഒരു 60% തെറ്റുണ്ടെങ്കിൽ ഒരു 40% തെറ്റ് ബാക്കിയുള്ള കാര്യങ്ങളിലുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പലതും നമ്മൾ കാണാതെയും അറിയാതെയും പോയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നല്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മസ്താനി ഒരു തുറന്നു പറച്ചിൽ നടത്തി കഴിഞ്ഞാൽ പല കാര്യങ്ങളും മസ്താനിയുടെ ഭാഗത്ത് തന്നെ ഇപ്പൊ കേൾക്കുന്ന സമയത്ത് പലരും ഇത് വിശ്വസിക്കാതിരിക്കാം. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നമുക്കത് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കും. പക്ഷേ അവർക്ക് തുറന്നു പറയാനുള്ള അവകാശമുണ്ട്. അവർ പലതും പറയും, അതിലേതൊക്കെ സത്യം ഏതൊക്കെ നുണാന്നുള്ളത് തിരിച്ചറിയേണ്ടത് നമ്മൾ തന്നെയാണ്. എന്തായാലും ഞാൻ വിചാരിക്കുന്നു മസ്താനി ഒരു തുറന്നു പറച്ചിൽ നടത്തും. പല കാര്യങ്ങളും ആ ഹൗസിൽ നടന്ന പല കാര്യങ്ങളും മസ്താനിന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റാണെന്ന് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങൾക്കും ന്യായീകരണം മസ്താനി തരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. എന്തായാലും ആ ഒരു ചാൻസ് വരുന്ന സമയത്ത് മസ്താനി എന്തൊക്കെ പറയും, അതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ആര്യനും ജിസേലിനും തന്നെയായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആര്യൻ അവിടെ വീണ്ടും മസ്താനിയെ നോവിച്ചു വിട്ടിട്ടുള്ളതാണ്. ആര്യൻ അവിടെ കുട പിടിച്ചു നിന്നൊരു വ്യക്തിയാണ് മസ്താനി. എന്നിട്ടാണ് ആര്യൻ അവിടെ മസ്താനിയെ നോവിച്ചു വിട്ടത് എന്നുള്ളത് കൊണ്ട് മസ്താനി അത് അത്ര പെട്ടെന്ന് പൊറുക്കാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് ഒരു പകരം വീട്ടാൽ തീർച്ചയായും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാം. പിന്നെ പ്രവീണിനെ സംബന്ധിച്ചിടത്തോളം പ്രവീൺ എന്ന് പറയുന്ന മത്സരാർത്ഥി 2 ആഴ്ചയോടെ നിന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും അത്രയധികം കണ്ടന്റ് പ്രവീണിനെ നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നല്ലൊരു മത്സരാർത്ഥി ആയിരുന്നു പ്രവീൺ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പ്രവീൺ അവിടെ പെട്ടെന്ന് ഇപ്പോൾ പോവേണ്ട ഒരു മത്സരാർത്ഥി ആയിരുന്നില്ല. ആ സാബുമേനെ എന്തിനാണ് അവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് പോലും അറിയാത്തൊരു മത്സരാർത്ഥിയാണിത്. ആ വ്യക്തിനെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് പ്രവീണിനെ പുറത്താക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് അവിടെ പ്ലാനിങ് ആയിരുന്നു. അതായത് അനുമോളും പ്രവീണും തമ്മിലുള്ള ആ കോംബോ പുറത്ത് ഹിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കോംബോ ഹിറ്റായി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത് അനുമോൾക്കാണ്. അങ്ങനെ അനുമോൾക്ക് ആ ഒരു ഗുണം കിട്ടിക്കഴിഞ്ഞാൽ അവർ പ്രതീക്ഷിക്കുന്ന പോലെ അക്ബർ, ആര്യൻ, ജിസേല് ഇവർക്കത് ബാധിക്കില്ലേ? അതുകൊണ്ടാണ് അവർ പ്രവീണിനെ പുറത്താക്കിയത് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്.
അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും കണ്ടന്റ് നൽകുന്ന ഇത്രയും നല്ലൊരു മത്സരാർത്ഥിനെ പുറത്താക്കിയിട്ട് അവർക്ക് ആ സാബു മേനെ അവിടെ പിടിച്ചു നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. ആര് ഔട്ട് ചെയ്തിട്ട് സാബു മേനെ ഇത്രയും വോട്ട് കിട്ടി പ്രവീണിനേക്കാൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ മേല. അപ്പം അവിടെ എന്തോ ഗെയിം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഷുവറാണ്. അതുകൊണ്ട് തന്നെ പ്രവീണിയും ആ ഒരു കലിപ്പും ഇഷ്ടക്കേടും എന്തായാലും ഉണ്ടായിരിക്കും. താൻ ഒരിക്കലും പുറത്തു പോകേണ്ട മത്സരാർത്ഥി ആയിരുന്നില്ല എന്ന് ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് പോലും പ്രവീൺ അവിടെ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ പ്രവീൺ അങ്ങനെ തോന്നിയത് കൊണ്ട് പ്രവീൺ അത് തുറന്നു പറഞ്ഞു. അവിടെ വെച്ച് ലാലേട്ടന്റെ മുന്നിൽ പോലും പറഞ്ഞു. അതുപോലെ തന്നെ പുറത്തിറങ്ങിയിട്ട് പ്രവീൺ പറയുന്നുണ്ട്, ഞാൻ അത്യാവശ്യം കണ്ടന്റ് കൊടുക്കുകയും ഗെയിം കളിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. സാബ് മേൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ വന്നിട്ട് ഒന്നും ചെയ്യാത്തൊരു വ്യക്തി അവിടെ നിന്നിട്ട് എന്നെ പുറത്താക്കിയതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് പ്രവീണും മസ്താനിയും ചേർന്ന് ഇനി ബിഗ് ബോസിനുള്ളിൽ അവർക്ക് ഉണ്ടായ അനുഭവങ്ങളും അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങളും തുറന്നു പറഞ്ഞ് എത്തുന്നതായിരിക്കും. ആ എത്തുന്ന സമയത്ത് ആർക്കൊക്കെ ആയിരിക്കും അടി വീഴുക അല്ലെങ്കിൽ ആർക്കൊക്കെ നേരെ ആയിരിക്കും വിരൽ ചൂണ്ടുന്നത് എന്നുള്ളതാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം. അധികം വൈകാതെ തന്നെ അവരൊരു വിരൽ ചൂണ്ടൽ നടത്തും. പ്രവീൺ അത്യാവശ്യം പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഇനി മസ്താനി പറയുമ്പോൾ ഇതിലും കൂടുതലായിരിക്കും ആ പറച്ചിൽ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. മസ്താനിയുടെ ആ പറച്ചിൽ വരുന്ന സമയത്ത് എന്തൊക്കെ ഭൂകമ്പങ്ങളായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നൊരു സംശയത്തിലാണ് ഞാൻ. നമുക്ക് നോക്കാം, കാത്തിരിക്കാം. മസ്താനിയുടെ മറുപടിക്കായി നമുക്ക് കാത്തിരിക്കാം. അല്ലെങ്കിൽ മറുപടിയല്ല, മസ്താനി എന്താണ് പറയാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും അത് ചെറുതായിരിക്കില്ല, ഒരു ചെറിയ വെടിക്കുള്ള മരുന്ന് എന്തായാലും മസ്താനിയുടെ കയ്യിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.